ഭക്തജന തിരക്കിന് നേരിയ കുറവ്. പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് കർശന നിയന്ത്രണങ്ങളോടെയാണ് അയ്യപ്പന്മാരെ കയറ്റിവിടുന്നത്. പമ്പയിൽ തിരക്ക് വർദ്ധിച്ചതോടെ സത്രം പുല്ലമേട് വഴി സന്നിധാനത്തേക്ക് തീർത്ഥാടകർ കൂടുതലായി എത്തുകയാണ്. ശബരിമലയിലേക്ക് ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയ അഭൂതപൂർവമായ ഭക്തജന പ്രവാഹത്തിന് നേരിയ അയവ്. സന്നിധാനത്തെയും ശബരിമലയിലെയും തിരക്ക് നിയന്ത്രിക്കാൻ പമ്പയിൽ നിയന്ത്രണം കടുപ്പിച്ചതാണ് തിരക്കിൽ നേരിയ കുറവ് വരാൻ കാരണം. പമ്പയിലും നിലയ്ക്കലും പക്ഷേ സ്ഥിതി അതല്ല. അയ്യപ്പന്മാർ ഒഴുകിയെത്തുകയാണ്. 12 മണിക്കൂർ വരെ ശരാശരി ക്യൂവിൽ നിൽക്കേണ്ടി വരുന്നുണ്ടെന്നാണ് അയ്യപ്പന്മാർ പറയുന്നത്. ഞങ്ങൾ ഇന്നലെ വൈകിട്ട് 4:10 കയറിയതാ. 12 മണിക്കൂറോളം കഴിഞ്ഞു. ഇപ്പൊ ഒരു 3-3.5 മണിക്കൂറായി. താഴെയായിരുന്നു, ലൈനിലായിരുന്നു. ഇപ്പൊ ഇവിടെ വന്ന് കയറി ഇപ്പൊ തൊഴണം. പമ്പയിൽ കയറി ഇന്നലെ രാത്രി 9 മണിക്ക്. പമ്പയിൽ നിന്ന് 12 മണിക്കൂറായി. കാരണം എല്ലായിടത്തും ബ്ലോക്ക് ചെയ്ത് എല്ലാവരും മേലോട്ട് വിടുന്നു. സത്രം പുല്ലുമേട് വഴിയുള്ള കാനനപാതയിലും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. പമ്പയിൽ നിന്നും സന്നിധാനത്തേക്കെത്താൻ ഏകദേശം 12 മണിക്കൂറോളം ക്യൂ നിൽക്കേണ്ടി വരും എന്ന് മനസ്സിലാക്കിയതാണ് കൂടുതൽ സ്വാമിമാർ സത്രം പുല്ലുമേട് വഴി സന്നിധാനത്തേക്കെത്താൻ പ്രധാനപ്പെട്ട കാരണം. ഇതുവഴിയാവുമ്പോൾ വലിയ തിരക്കില്ലാതെ തന്നെ സന്നിധാനത്തേക്കെത്താം. ശരാശരി 3000 പേരാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സന്നിധാനത്തേക്ക് എത്തിയിരുന്നെങ്കിലും ഇപ്പോൾ 7000-ത്തിലധികം പേരാണ് ഇതുവഴി സന്നിധാനത്തേക്ക് എത്തുന്നത്. ആ വഴി തിരക്കായതിനെ കൊണ്ട് ഞങ്ങൾ ഇപ്രാവശ്യം യാത്ര സുഗമമാക്കാൻ വേണ്ടിയിട്ട് പുൽമേട് വഴി തിരഞ്ഞെടുത്തതാണ്. 4-5 മണിക്കൂർ നിന്നതിന് ശേഷം ഞങ്ങൾ തിരിച്ചിട്ട് ഈരാറ്റുപേട്ട വഴി വീണ്ടും ഇവിടേക്ക് എത്തിയതാണ്. ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. മണ്ഡലപൂജയ്ക്ക് അയ്യപ്പനെ ചാർത്താനുള്ള തങ്കിയങ്കി വഹിച്ചുള്ള രഥഘോഷയാത്ര നാളെ വൈകുന്നേരം സന്നിധാനത്ത് എത്തിച്ചേരും. 27 നടക്കുന്ന മണ്ഡലപൂജയ്ക്കും വലിയ തിരക്കാണ് പ്രതീക്ഷിക്കുന്നത്. റിപ്പോർട്ടർ, സന്നിധാനം.